ആരാടാ ഇവൻ? ഭക്ത കുചേലനോ അതോ ഭക്ത മാർക്കണ്ഡേയനോ? സന്തോഷമായോ? കൂടുതൽ വല്ലതും വേണോ? വേണ്ട, നന്നായി വരട്ടെ. അയ്യോ തളാങ്കുതരകിടതോ, ഇത് സുധാരനല്ലേ? സുധാര, ഇതെന്ത് കോലം? നിനക്കിതെന്ത് പറ്റി? ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ മൂകാംബികയിൽ ഭജനം ഇരിക്കുകയായിരുന്നു. നീയോ? എന്തരിന്? ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പൊ ഇതിനു മുമ്പ് പ്രവേശിച്ചതൊക്കെയോ? ഓ, അത് വല്ലതൊരു പ്രവേശനമാണോടോ നടനം? ഇനിയല്ലേ ശരിയായ പ്രവേശനം. ഞാൻ ലക്ഷ്മിയെ അച്ഛനൊക്കെ ഒന്ന് കാണട്ടെ. പ്രസാദം തരാൻ കേട്ടോ. 3 മാസം കൂടിയേ ഉള്ളൂ തമ്പുരാട്ടി മേജറാകാൻ. ഗൃഹസ്ഥാശ്രമികൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. എന്റെ കാര്യം തളാങ്ക് തരികടതോ, വൃത്തികെട്ടവൻ. അച്ഛാ, നീ വരുന്ന വണ്ടി കൃത്യമായിട്ടൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ജയ് മൂകാംബികേ. ഇങ്ങനെ വിളിക്കുന്ന പോലെ വിളിക്കാടാ, വല്ലവരും കേക്കും. ജയ് മൂകാംബിക. ജയ് മൂകാംബിക. ആരാണ്ട് വരുന്നുണ്ടാ? എന്റെ ഗുരുവായൂരപ്പ. ജയ് മൂകാംബിക. ലക്ഷ്മി എവിടെ ജാനു അമ്മേ? ഞാൻ വന്നെന്ന് പറയൂ. പറയാം. നീ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, കുളിക്കാൻ നിനക്കോ മറ്റോ ചെയ്യേ. ഓ, രാവിലെ ഹോട്ടലിൽ നിന്ന് കുളിയുന്നതിനെ കഴിഞ്ഞാൽ ഈ കോലം കിട്ടിയത്. അല്പം ഓവറാണ് മോനെ നിന്റെ ഈ കോലം. മറ്റേ വർത്താനം പറഞ്ഞോളൂ, തന്തയാണെന്ന് ഞാൻ വിചാരിക്കല. ഓ, മനുഷ്യനെ പിടിച്ചോ കോലം കെട്ടിച്ചിട്ട്. നിർത്ത്, വല്ലവരും കേൾക്കും. നീ ആ പെണ്ണിന്റെ റൂമിലേക്ക് ചെല്ലേ. കുഞ്ഞേ, ആ ജന്തു വന്നിട്ടുണ്ട്. ആര്? സുധാകരനാ? എന്റെ ജാനുമ്മേ, എനിക്ക് വയ്യ. എങ്ങനെ ഒന്ന് ഒഴിവാക്കുന്നേ? അവൻ വന്നേച്ച് പൊയ്ക്കോളൂ. കള്ളൻ മൂവാമ്പിന്നുള്ള വരവാ. വന്നാ പോകത്തില്ല, അതും ഇതൊക്കെ പറഞ്ഞിരിക്കും. അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ആ വിഷ്ണുവിനെ ഇങ്ങോട്ട് വിളിക്കാം. പാട്ട് പഠിക്കാനുണ്ടെന്ന് പറയാം. തൽക്കാലത്തേക്ക് ഒഴിയല്ലോ, ബാക്കിയുള്ളത് പിന്നെ നോക്കാം. ആ, വേഗം വിളിപ്പിക്കാം. ഞാൻ പിന്നെ കഴിച്ചോളാം. മൂകാംബികല്ലേ? ഞാനും പിന്നെ കഴിച്ചോളാം. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കണം, ഞാൻ ഇപ്പൊ വരാം. ഇരിക്കൂ സുധിയേട്ടാ, ഇരിക്കൂ. എന്താ വിളിച്ചത്? സുധിയേട്ടൻ. ആശ്വാസമായി. കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടപ്പോ എന്നെ എന്താണ് വിളിച്ചതെന്ന് ഓർമ്മയുണ്ടോ ലക്ഷ്മിക്ക്? ഇറങ്ങടാ പട്ടി ഇവിടുന്ന്. ലക്ഷ്മി, ലക്ഷ്മി പ്ലീസ് ശബ്ദം ഉണ്ടാക്കരുത്. മിണ്ട പോരുത്. എടാ ജനമേ, ഐ എം സോറി. മാറങ്ങോട്ട്. കുഞ്ഞേ, ജാനുമ്മേ, ഇവൻ എന്നെ. ജനമേ, ഞാനൊരു കളിത്തമാശ കാണിച്ചതല്ലേ. എടാ, ഇരുട്ട് വാക്കിന് കൊച്ചു പെമ്പിള്ളേരെ മുറി കയറി അവരുടെ തുണി വലിച്ച് കീറുന്നാണോ നിന്റെ കളി തമാശ? നിന്നെ ഇന്ന് ഞാൻ. ലക്ഷ്മി അതൊന്നും മനസ്സിലിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. സുധിയേട്ടനോ? ഞാനത് അപ്പോഴേ മറന്നു. ലക്ഷ്മി മറന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെ അല്ലേ? അതേന്നെ. ഓ, അത് മതി. മൂകാംബികയിൽ ഭജന ഇരുന്നപ്പോൾ തന്നെ എനിക്കൊരു ദർശനം ഉണ്ടായി. ലക്ഷ്മി എല്ലാം എന്നോട് ക്ഷമിച്ചെന്ന്. ലക്ഷ്മിയോട് ക്ഷമ ചോദിക്കുന്ന പോലെയാ ഞാൻ അവിടെ ചെന്ന് ദേവിയോട് ചോദിച്ചത്. ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും എല്ലാം കൂടിയതാണല്ലോ മൂകാംബിക. ആ, നമ്മൾ ഒരുമിച്ച് ഇനി എവിടെയൊക്കെ പോകേണ്ടതല്ലേ? അതെന്തിനാ? അതൊക്കെ ഉണ്ട്. അവിടുത്തെ ഒരു ചടങ്ങ് എങ്ങനെയാന്ന് ചോദിച്ചാല്, രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് സൗപർണയിൽ പോയി കുളിച്ച് അമ്പലത്തിൽ നടയിലോട്ട് വന്ന് കണ്ണു അടച്ച ഒറ്റ ഇരിപ്പാ. മനസ്സിൽ ദേവി, അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ എന്ന അക്ഷരലക്ഷണം ജപിക്കും. അങ്ങനെ ജപിച്ച് ജപിച്ച് അങ്ങ് പരബ്രഹ്മത്തിൽ ലയിക്കും. പക്ഷേ ഇടയ്ക്ക് മനസ്സൊന്ന് ചഞ്ചലപ്പെട്ട് കേട്ടോ. ചില സമയത്ത് സരസ്വതിയുടെയും പാർവതിയുടെയും ഭാവങ്ങൾ അങ്ങോട്ട് മാറിയിട്ട്
ലക്ഷ്മി ദേവി മാത്രം മുന്നിൽ വരും. പിന്നെ ആ ലക്ഷ്മിക്ക് രൂപം ഉണ്ടാകും. ആ രൂപം ഈ ലക്ഷ്മിയുടെ തന്നാരടോ? അയ്യോ പറയാൻ മറന്നു. ഇതെന്റെ പാട്ട് സാറാ. വിഷ്ണു. വിഷ്ണു വിഷ്ണു, ഇത് അങ്കിളിന്റെ മകനാ, സുധിയേട്ടൻ. അറിയാം, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. തനിക്ക് എങ്ങനെ എന്നെ അറിയാം? നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാ ഞാനല്ല, വേറെ ഏതെങ്കിലും ആയിരിക്കും. അല്ല, അത് സാറ് തന്നെയാ. എന്റെ മുമ്പിലുണ്ട്. അല്ല, അന്ന് ആ കാറില് എവിടെ വെച്ച? കാറിന്റെ അകത്ത് വെച്ച്. ഏത് കാറില്? സാർ എന്നാ മൂവാമ്പി ഒന്നില്ലായിരുന്നോ? അന്ന് തൊഴാൻ വന്നു. ശരിയാ. ഞാനേ എന്റെ ഫ്രണ്ടിന്റെ കാറിലാണ് മൂവാമ്പിയെ പോയത്. ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ സാറിനെ കണ്ടു. നിങ്ങളെ പാട്ട് പഠി കുട്ടിയെ പഠി. ഇല്ല, പാട്ടില്ല. എന്റെ ത്രോട്ട് അത്ര ശരിയല്ല. അല്ല, പാടി ശരിയായി. പാടുമ്പോ ശരിയാവും. സാറേ, സാറിന്റെ പ്രസാദം. അതെ, വേണ്ട, അത് നിങ്ങൾക്ക് കൊള്ളാം. കലാകാരന്മാർക്ക് ത്രോട്ടിന് നല്ല. കടുവയെ പിടിക്കുന്ന കിടുവയോ? താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. ഇതെന്റെ കടമയല്ലേ തമ്പുരാട്ടി? എന്തായാലും വിഷ്ണുവിനെ കണ്ട് പേടിച്ചത്? അത് പിന്നെ ഞങ്ങളൊരു വല്ലാത്ത സ്ഥലത്ത് വെച്ചൊന്ന് മീറ്റ് ചെയ്തു. വല്ലാത്ത സ്ഥലോ? അതെ, അങ്ങനെ പറയാൻ കൊള്ളാത്ത സ്ഥലങ്ങളും. പറയാൻ കൊള്ളാത്ത സ്ഥലോ? അതെ, അങ്ങനെ പറയാൻ കൊള്ളാത്ത സ്ഥലങ്ങളും പറയാൻ പാടില്ലാത്ത സംഗതികളൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. തൽക്കാലം തമ്പുരാട്ടി അതറിയണ്ട. ഞാൻ പോയിട്ട് പിന്നെ വരാം. വിഷ്ണു. ഹലോ വിഷ്ണു ബായ്. ഇതാര് സുധാര സാറോ? എടോ, ഒറ്റയ്ക്കൊരു കമ്പനി ഇല്ലാതെ എങ്ങനെ ഇതിനകത്ത് കഴിച്ചു കൂട്ടുന്നോ? നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ. എനിക്ക് തന്നെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. അതാ ഞാൻ വന്നേ. ഇവിടെ വെച്ച് കണ്ടപ്പോഴോ അതോ അവിടെ വെച്ച് കണ്ടപ്പോഴോ? ഓടാ കാള. സാർ പറഞ്ഞു. ഇരിക്കണം സാർ. എടോ, നമുക്കൊന്നൊന്ന് കൂടിക്കളയാ. അയ്യോ, ഞാൻ മദ്യപിക്കാറില്ല. അത് കാള. താൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞത് കള്ളം. സത്യമായിട്ടും. ഓഹോ, അപ്പൊ പിന്നെ തനിക്ക് എന്തിലാ ഇൻട്രസ്റ്റ്? അത്താഴ പ്രശ്നിക്കാനാ സാറേ. വല്ലോം രണ്ട് സംഗീതം പറഞ്ഞു കൊടുത്ത് ആ കുഞ്ഞിന്റെ കണ്ണൊന്ന് തെളിയിക്കണം. എനിക്കും പിഴയ്ക്കണം, അത്രേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. എനിക്ക് തന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ സാർ? പലയിടത്ത് വെച്ചും പല മോശപ്പെട്ട സിറ്റുവേഷനിലും ചിലപ്പോ പല പെമ്പിള്ളേരുടെ കൂടെയും തന്നെ ഇനിയും കണ്ടത് വരും. അതൊന്നും ഇവിടെ പറഞ്ഞ് നാറ്റിക്കാതിരിക്കുക. ഇത്രയും റിക്വസ്റ്റ് മനസ്സിലായോ? ഇനിയും ഉണ്ട്. ആ ലക്ഷ്മിയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം തനിക്കറിയാമല്ലോ. അവളുടെ മുമ്പിലും എന്റെ ഇമേജ് മോശമാക്കരുത്. ഇനി അതല്ല, അങ്ങനെ ചെയ്തേ അടങ്ങുമെങ്കിൽ ഞാൻ മഹച്ചേറ്റയാ, തെണ്ടിയാ, അലവലാതിയാ. വെറുതെ തടി വിടക്കാക്കൾ എന്റെ വിഷ്ണു. സുധാര, ഇവന്റെ പോത്തിന് സ്വഭാവം ഇനിയും വിട്ടുമാറിയിട്ടില്ലേ? എന്തുറക്കം അടായത്? ഇവന് കഥ തുറന്നിട്ട് എവിടെ പോയി? സുധേ, ചേടാ, ഇവന്റെ വെട്ടിപ്രമാണമൊക്കെ എവിടെ പോയി? മോനെ സുധേ. പ്രിയപ്പെട്ട അച്ഛന്, എനിക്ക് ഈ നാടകം കളിക്കാൻ വയ്യ. അച്ഛന്റെ ഇമേജ് രക്ഷിക്കണമെങ്കിൽ വേറെ വഴി നോക്ക്. ഇനി ലക്ഷ്മി തമ്പുരാട്ടി അല്ല, ക്ലിയോപാട്ര ആണെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന ചില ലിമിറ്റ്സ് ഒക്കെ ഉണ്ട്. ആ ലിമിറ്റ്സ് ഒക്കെ താണ്ടി ഞാൻ പോകുന്നു. ഗുഡ് ബൈ. തമ്പുരാട്ടി അങ്ങനെ ശരിക്കും പറഞ്ഞ വല്യമ്മേ? നിന്റെ വല്യമ്മ ആവാനുള്ള പ്രായമൊന്നും എനിക്കില്ല. വല്യമ്മല്ല, അമ്മ. സാധാരണ സുധാരം വന്നാ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചിട്ടേ പോവാറുള്ളൂ. ഇത്തവണ അത് ഉണ്ടായില്ല. അതെ, നിന്റെ സാമർത്ഥ്യം എന്നാ തമ്പുരാട്ടി പറയുന്നത്. അയ്യോ, ഇനി ഇതേപോലെ എത്രയോ സാമർത്ഥ്യങ്ങൾ കാണാൻ കിടക്കുന്നു. നീ വലിയ സാമർത്ഥ്യം ഒന്നും കാണിക്കണ്ട. മര്യാദയ്ക്ക് സംഗീതം കൊണ്ട് പഠിപ്പിച്ചാ മതി. അത് പിന്നെ അത്രയല്ലേ ഉള്ളൂ. ഇത്തിരി നൃത്തം, ഇത്തിരി സംഗീതം. കല്യാണത്തിന് മുമ്പ് അരങ്ങേറ്റം കൂടി നടത്തി കാണണമെന്നാ എന്റെ ആഗ്രഹം. അതിന് നീ ഉത്സാഹിച്ച് പിടിക്കണം. ഉത്സാഹിക്കാം. അപ്പോ 2-3 മാസം കഴിഞ്ഞാൽ റിസീവർ ഒക്കെ പോയിക്കോളൂന്നല്ലേ? പിന്നെ പോകാണ്ട് അയാളെന്താ കല്യാണം കഴിച്ചിവിടെ കുടിപാർക്കാനാ?
അല്ല, കല്യാണം കഴിച്ച് ലക്ഷ്മി തമ്പുരാട്ടി വേറൊരു കൈ ചെന്ന് പെടുന്നതിന് മുമ്പ് പെടുന്നതിന് മുമ്പ് അല്ല, വേറൊരു കൈ ചെന്ന് പെടുന്നതിന് മുമ്പ് വേറെ ഒരു കൈ ചെന്ന് പെടുന്നതിന് മുമ്പ് നിനക്ക് എന്താണ് വേണ്ടത്? കുരുത്തം കെട്ടവനെ അനാവശ്യം പറയുന്നു. അയ്യോ, അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത്. തമ്പുരാട്ടിക്ക് മനസ്സിൽ പിടിച്ചു പോയ കരവഴുവായിട്ട് എനിക്ക് കുറച്ച് ഭൂമി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് പറഞ്ഞു പോയതാ. ഇത്രേ ഉള്ളോ? ആഹാ, ഇവിടെ കരം കൊടുത്ത് മുടിഞ്ഞിരിക്കുക. പിന്നെയാണ് നിനക്ക് കരമൊഴിവായിട്ട് ഭൂമി. അമ്മ ഞാൻ ഒന്ന് പറയുന്നു, ഒന്ന് കേൾക്കണേ. അല്ല, കുറെ നേരമായല്ലോ എന്റെ പുറകെ നടന്ന് ചിണുങ്ങുന്നു. എന്താ കാര്യം? അല്ല, നമുക്ക് അരങ്ങേറ്റം നടത്തണ്ടേ? നടത്തണം. അതിനൊരു ദൈവാനുഗ്രഹം ഒക്കെ വേണ്ടേ? വേണം. ആ. എടാ, നിനക്ക് എന്ത് ദൈവാനുഗ്രഹം ഉണ്ടായിട്ടാ തെണ്ടി നീ ഇവിടെ വന്നത്? ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാ ആ കുഞ്ഞി ഈ വലിയ കുടുംബത്തിൽ ഒന്ന് പറഞ്ഞത്. മാറാങ്ങോട്ട്. അതല്ലമ്മേ, എന്നാലും ഒരു ദേവീ സന്നിധി പോയി എനിക്കൊരു ദക്ഷിണ, അത് ഒരൊറ്റ രൂപ മതി. പുറത്തോ? ആ. അത് നടക്കത്തില്ല. കൊച്ചിനെ പുറത്തു കൊണ്ടുപോകാൻ പറ്റത്തില്ല. അയ്യോ, അതല്ല അതിവിടുത്തെ റൂളാ. ഞാൻ പറയുന്നു. തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഒരു വെള്ളി രൂപ. ആ. അത് ഞാൻ തരാം. പിന്നെ ദേവി, അതിവിടെ പരദേവതയുണ്ട്, പോയി തൊഴുതോ. മാറങ്ങോട്ട്. അമ്മ, ഈ പരദേവത എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ലൊക്കാലിറ്റി മാത്രം ഒതുങ്ങിക്കുന്നല്ലേ? ആ. സംഗീതം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പരന്ന് 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 അതിനൊരു ലോക്കൽ ദേവി എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. ജാനുമ്മേ, ഉം, അരങ്ങേറ്റം നടത്തണമെങ്കിലേ എല്ലാം ഭംഗിയായിട്ട് പഠിക്കണ്ടേ? പഠിക്കണം. പഠിച്ചോ. അതിനല്ലേ ചെല്ലും ചെലവും കൊടുത്ത് അവനെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്ന. അതല്ല, അതിനൊക്കെ ഒരു ഗുരുത്വവും ദൈവാനുഗ്രഹമൊക്കെ വേണ്ടേ? വേണമല്ലോ. അത് കുഞ്ഞിന് ധാരാളം ഉണ്ടല്ലോ. ഉണ്ട്. എന്നാലും ആ വിഷ്ണുവിനൊരു ഗുരുദക്ഷിണ കൊടുക്കണ്ടേ? എടാ കള്ള തിരുമാലി, അവൻ എന്നോട് പറയുന്നതിന് മുമ്പേ അതിവിടെ പറഞ്ഞോ? അവനെ ഞാൻ ഇന്ന് കൊല്ലും. വേണ്ട ജാനുമ്മേ, എന്റെ ഒരു ആശയാ. എത്ര കാലം എന്നെ ഇങ്ങനെ പൂട്ടിയിട്ട് വളർത്തുക? എന്റെ പൊന്നു മോളെ, വേണ്ട. ആ റിസീവർ അറിഞ്ഞാ കൊല്ലും. മോളെ അല്ല, എന്നെ. അങ്കിൾ അറിയില്ലെന്നേ. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? നല്ല ദിവസാന്നാ വിഷ്ണു പറഞ്ഞേ. തന്നെയുമല്ല, വൈകുന്നേരമായ റിസീവ് സാർ അക്കൗണ്ടന്റ് എടുത്ത് പോകുമല്ലോ. എടാ വിഷ്ണുവിനെ ഒന്നും പറയല്ലേ ജാനുമ്മേ, നമുക്ക് പുറത്തു പോവാം. കുഞ്ഞേ, പ്ലീസ്. ആ മറ്റു രണ്ട് കുരങ്ങന്മാരില്ലേ ഇവിടെ? നടനും ശേഷപ്പനും. അവന്മാരെ എങ്ങനെ ഒതുക്കും? എങ്ങനെ ഒതുക്കൂടെ കുരങ്ങ? അതൊക്കെ ഞാൻ ഒതുക്കിക്കൊള്ളാമേ. ശ്രുതിലയമേ നീ ജനകുലുക്കാത ശങ്കര ഭരണമു ശങ്കര. ശങ്കരാന്ന് വിളിക്കുമ്പോഴാണോ വിഷ്ണു വരുന്നത്? അല്ല സാർ, എനിക്കൊരു ഡൗട്ട്. എനിക്കും ആ ഡൗട്ടുണ്ട്. പക്ഷെ അത് നിന്നെ കുറിച്ചാണ്. കുറെ കാലമായി എനിക്കത് തുടങ്ങിയിട്ട്. അയ്യോ, അതല്ല സാർ. ആ. ഈ ശിവ സ്ത്രീകൾ എന്ന് പറയുന്നത് അതിന്റെ അത് അർത്ഥം ആ ഇംഗ്ലീഷ് മാക്രോട് പോയി ചോദിക്കേ. അയ്യോ, അർത്ഥമല്ല. വിസ്കി വിസ്കി. ആ. ആ, നല്ല വിസ്കിയാണ് സാർ. അത് ഉഗ്രനില്ലയോ? പട്ടച്ചാരയും പോലും മോന്താൻ വകയില്ലാത്ത നീ എന്തിനാടാ വിസ്കിയുടെ കാര്യം അന്വേഷിക്കുന്നത്? തളാങ്കുതരികട തോമേ. അതല്ല സാർ, ഒരെണ്ണ എന്റെ കൈ തടഞ്ഞിട്ടുണ്ട്. സത്യം തന്നെടേ. എങ്ങനെ നടഞ്ഞു? ആ റിസീവർ സാറിന്റെ മോനെ എനിക്ക് തന്നതാ. കഴിക്കാം. ആഹാ, നേരത്തെ ഞണ്ണി തുടങ്ങിയോ? ഞണ്ണ് ഞണ്ണ്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വകയിലായിരുന്നു ഞണ്ണുന്നത്. നിന്നെ തന്നെ വകയിലടാ. തന്തയ്ക്ക് പറയുന്നോടാ പുല്ലേ. പറയാൽ എന്ത് ചെയ്യൂടാ? നീ അങ്ങനെ ആരെയും വിളിക്കരുത്. നിന്റെ നാട്യം വലിച്ച് പിഴുത് ബാക്കിന്ന് കേട്ട് കൊടുക്കടാ, പട്ടി. നിങ്ങൾ ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കരുത്. കൊട്ടാരത്തിൽ കള്ള് കയറ്റുന്നത് എന്റെ പടിയാ പോകുന്നത്. അതെനിക്ക് പ്രശ്നമല്ല. നിന്നെ ഓർത്ത് ഞാൻ ക്ഷമിക്കുന്നു. താങ്ക് യു ഏട്ടാ. നിന്നെയല്ല, ഇവനെ. നീ ഒരെണ്ണം അടിച്ചോടാ വിഷ്ണു. ഞാനിരിക്കുന്നു വിചാരിച്ച് നീ പേടിക്കണ്ട. ഇദ്ദേഹം ഇരിക്കുന്നോണ്ട് നീ പേടിക്കണ്ട. എവൻ ആര്? പക്ഷേ എന്റെ മുമ്പിൽ ആരും കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. അയ്യോ, ഞാൻ മദ്യപിക്കാറില്ല. ഞാൻ ആലോചിക്കായിരുന്നേ, ഈ വലിയ വലിയ ആൾക്കാരുടെ ഓരോ കൊച്ചു കൊച്ചു പൂതികളെ. അയ്യോ, സാറിന്റെ കാര്യമല്ല. ആ ലക്ഷ്മി തമ്പുരാട്ടി ഇന്നോട് പറയുകയാണേ, കുറച്ച് ബലൂണും പിപിയും വേണോന്ന്. ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ല. വെറുതെ ചുമ്മാ കഞ്ഞി പാട്ടിയിടാൻ. ചേട്ടൻ കഴിക്കേ. വേണ്ട, എനിക്ക് യോഗാസനത്തിന് സമയമായി. ഞാനൊരു കലാകാരനാണ്. ഇത് അധികം കഴിക്കാൻ പാടില്ല. യവൻ പിന്നെ അതൊന്നും അല്ലല്ലോ. ഇഷ്ടം പോലെ ഞണ്ണാവല്ലോ. ഞണ്ണടാ, ഞണ്ണ്. ഞണ്ണിക്കൊണ്ടേ ഇരി. എന്താട്ടാ? തലവേദന, തലവേദന, സിവിയർ തലവേദന. ഓ ഗോഡ്. വന്നട്ടെ. വേണം തമ്പുരാട്ടി. തൊഴുതൊളു. ഇതാ കുഞ്ഞെ.
നീ ചോദിച്ച 1 രൂപ അങ്ങോട്ട് കൊടുത്തട്ടെ കുഞ്ഞെ. തൊഴുതോളൂ. നന്നായി വാ, നന്നായി വാ. ടാ, തമ്പുരാട്ടിയുടെ ദേഹത്ത് തൊട്ടുള്ള കളി വേണ്ട. അല്ല വല്ലാതി. ക്ഷേത്രസന്നിധി വെച്ച് പുലഭ്യം പറയാതെ ജാനമമ്മേ. ദേവി മഹാമായേ, എന്റെ ഈ പ്രിയ ശിഷ്യയെ യേശുദാസിനേക്കാളും വലിയൊരു പാട്ടുകാരിയാക്കണേ. യേശുദാസൻ പാട്ടുകാരനാ. ലതാ മങ്കേഷ്കറേക്കാളും വലിയൊരു പാട്ടുകാരനാക്കണേ. ദേവി മഹാമായേ, കുഞ്ഞുവാ. പരാശക്തി ദേവി. ദേവി വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ. അമ്രാട്ടി, അയ്യോ, പട്ടി. അയ്യോ ജാനമമ്മേ, ബ്രേക്ക് ഇടണോ? അയ്യോ എന്റെ ജാനമമ്മേ. ഞാൻ ജയിച്ചു. ഐ എം വിന്നിങ്, വിന്നിങ്. ജയിച്ചു. പുല്ലന്റെ മോനെ, ഇതാണ് നിന്റെ തലവേദന അല്ലേ? എന്തിനാടാ ഈ ബലൂണും ബിപിയും ഒക്കെ? നിന്റെ അപ്പന്റെ 16 അടിയന്തരത്തിനോ? No. നിന്റെ മമ്മിയുടെ സെക്കൻഡ് മാരേജിന് പന്തലി തൂക്കാൻ. ഇംഗ്ലീഷ് മാക്രി, You dirty beggar. വൃത്തികെട്ട പരമ തെണ്ടി. You അയ്യോ. എടാ, എടാ dirty dancer. എന്നെ തോപ്പിക്കാനോ? നീ ഊരി ചാടിയോ? നിന്നെ ഞാനിന്ന് കൊല്ലും ഞാൻ. ജന്മം ജനിക്കണോ എന്നെ കൊല്ല? നീ എന്നെ തോപ്പിക്കാതെ ഞാൻ തോപ്പിക്കാതെ. എന്നാ പാട്ടി പിടിച്ചോ. അവിടെ Oh my God. എന്റെ അമ്മച്ചി, എടാ നാണു, ഇംഗ്ലീഷ് തെണ്ടി. I cannot believe my eyes. മലയാളത്തിൽ പറയടാ ഇംഗ്ലീഷ് കുഞ്ഞെ, തെണ്ടി. ദേ ഇപ്പുറത്ത്. അവിടെ ഇട്ടോ. അതെ. അതെ അതെ അതെ. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് കേട്ടിട്ടുണ്ടോ? No. എന്നാ കണ്ടോ? അതെ അതെ അതെ. അതെ അതെ. അയ്യോ ഇതാരൊക്കെ? ജാനമമ്മ പിന്നെ ഞാൻ കണ്ടില്ലേ? സാറുമാരെ ഇരിക്കി. പിന്നെ ഞങ്ങൾ ഇരുത്താവടാ. എട്ടും പൊട്ടും തിരിയാത്ത തമ്പുരാട്ടിയെ, അതും പുറത്തു പോകരുത് റിട്ടേൺ ഓർഡറുള്ള തമ്പുരാട്ടിയെ. കൊതിയും നുണയും പറഞ്ഞ് തട്ടിക്കൊണ്ടു നോക്കാണല്ലേ? That's a very good bad and ugly Mr. Vishnu. തമ്പ്രാട്ടി അയ്യോ സാർ, വിഷ്ണു ഒന്നും ചെയ്തതല്ല, എന്റെ ഇഷ്ടത്തിനാ. അതെ അതെ സാറന്മാരെ. 10-17 വയസ്സായിട്ട് തോന്നാത്തൊരു ഇഷ്ടം ഇപ്പൊ എങ്ങനെ തോന്നി? ആഭിചാരം, കൈവിഷം. That is black magic, witchcraft. റിസീവറുടെ ഫോണല്ലേ ഇത്? Same horn. നീ സൂക്ഷിച്ചോ. അയ്യോ അയ്യോ സാർ, തമ്പുരാട്ടി ഒന്നും മിണ്ടണ്ട, അയ്യോ സാറന്മാരെ. ഒന്നും മിണ്ടണ്ട. അയ്യോ സാറുമാരെ ഞാനൊന്ന് ഓടാ, നമുക്ക് സൈക്കിൾ എടുക്കാം. Too late. വിഷ്ണു. Stop the car. നിർത്തൂ, Stop the car. നിർത്തൂ. ബ്രേക്ക് ഔട്ടു സാർ. Stop. സാർ, നമ്മുടെ വേലയും പണിയും ഒക്കെ പോയി. Gone with the wind. Everything is gone. എന്താടോ സാർ? അവിടെ എവിടെ? ലോണ്ട് അവിടെ. There. Run, madam. Run. അയ്യോ, What's happened? Something wrong. Where is the lovebird? അയ്യോ, Where is the വെള്ളത്തിൽ bloody പോയോ? singer, man? Something wrong, I say. He's in the water. Where is the lovebird? എവിടെടോ അവര്? സാർ, ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. തമ്പുരാട്ടി ഇവിടെ, അവൻ അവിടെ, എർത്ത് അവിടെ. Same spot. വെള്ളം അടിച്ചിട്ടുണ്ട്? ഞാൻ അടിച്ചിട്ടില്ല സാർ, എവൻ അടിച്ചിട്ടുണ്ട്. No, ഞാൻ ആ type അല്ല. നിങ്ങൾ എന്തിനാണോ വന്നേ? Morning walk. ഈവനിങ് വാക്ക്. സൈക്കിളിലോ? Evening ride. പോണോ? സാർ സാർ സാർ, അവരെങ്ങനെ ഓടിയാലും നടന്നാലും ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ ഈ കാറിൽ അടിച്ചു വിട്ട് പോയാൽ അവരെ തൊണ്ടിയോടെ പിടിക്കാം. കേറാം.